ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കിച്ചൺ സിറ്റി. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഷവർമ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും, ഈ ഷവർമ സാധാ ഷവർമേൻ്റെ പോലെയല്ല, ഒരു വെറൈറ്റി സ്റ്റൈലിൽ തന്നെയാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. പിന്നെ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. പിന്നെ സാധാ ഷവർമ എന്ന് പറഞ്ഞാൽ റോൾ ഷവർമ അല്ലെങ്കിൽ പ്ലേറ്റ് ഷവർമകളൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതിന് പകരം ഇതൊരു കീ രൂപത്തിലാക്കിയെടുത്ത് അതിന് ഞാൻ ഹോം മെയ്ഡ് കുബൂസ് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിലേക്ക് ഷവർമ ഫില്ലിങ് കൂടെ ഉണ്ടാക്കി എന്നിട്ട് ഇതൊരു കീ രൂപത്തിലാക്കി എടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇതിൻ്റെ ഫില്ലിങ് എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു അറബിക് ലെബനീസ് കോംബോ ആയിട്ടാണ്, ഒരു മിക്സ്ഡ് ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ അതൊരു ഫ്രൈഡ് ഷവർമയും കൂടാണ്. പിന്നെ ഈ ഷവർമ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് കഴിച്ച് നോക്കാൻ തോന്നും, അത്രക്കും കാണാൻ നല്ല ഭംഗിയാണിത്. അപ്പം ഇനി കൂടുതലൊന്നും പറയാണ്ടത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 200 ഗ്രാം ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ യോഗട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അറബിക് ചിക്കൻ്റെ ഫ്ലേവറിൽ നമ്മളിത് പൊരിച്ചെടുക്കുന്നതുകൊണ്ട് പാപ്രിക്ക പൗഡർ ചേർക്കുന്നത് നല്ലത്. നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതും കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് വീതം റെഡ് ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് വിനീഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിതവിടെ നമ്മുടെ ചിക്കൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ 1 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 3 ഗ്ലാസ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം തന്നെ ഏകദേശം 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതിനെ കൊണ്ട് വെള്ളത്തിൽ കുറച്ച് നേരം പുതർത്തിയിട്ട് അത് കലക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ഈസ്റ്റ് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് കൂടെ മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളം കൂടെ, ഞാൻ ഏകദേശം 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ, അതും കൂടെ എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഒരു ഏകദേശം ചപ്പാത്തിൻ്റെ മാവ് കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. അപ്പം ഞാനിതാ ഒക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൈമേൽ കണ്ടില്ലേ, സ്റ്റിക്കി ആയ പോലെ നിൽക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, നമ്മളിതിലേക്ക് ഓയിലൊന്നും അപ്ലൈ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ ഈ സ്റ്റിക്കി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിൽ നമ്മുടെ കൈമേലും അതേപോലെ ഡോയിലും ആക്കി കൊടുക്കാം. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ വേണം ആക്കി കൊടുക്കാൻ. ഇത് ഞാൻ കൈമേൽ കുറച്ച് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഡോമിലോട്ടും കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം ആക്കി കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബൗളിൻ്റെ അടിയിലും കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും. അപ്പോൾ അത് നല്ലോണം ഈ ബൗളിലും ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതും ഒരു മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇത് 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഷവർമയിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ഫ്രൈ പാനിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒലീവ് ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം കുക്കാക്കി എടുക്കുക. ഒരു സൈഡ് ഇപ്പോൾ അത് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഫ്രൈ പാനിൽ വെച്ച് ഡയറക്റ്റ് ഫ്രൈ ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് ഒരു 10 മിനിറ്റും മറ്റേ സൈഡ് ഒരു 10 മിനിറ്റും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇതാ ഒരു ചെറിയ കരിച്ചിലൊക്കെ ഉള്ള പോലെ ഉണ്ട്. അങ്ങനെ വേണം കേട്ടോ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഷവർമക്ക് സാധാരണ ഡയറക്റ്റ് തീയിലാണല്ലോ ചിക്കൻ വേവിക്കുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു തീയിൻ്റെ ഒരു ഫ്ലേവർ അല്ലെങ്കിൽ ആ ഒരു കരിച്ചിലിൻ്റെ ആ ഒരു ചെറിയൊരു ഫ്ലേവർ ആ ചിക്കൻമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പം ഞാൻ നമ്മുടെ ഡോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ ഇവിടെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഈ ബൗളിൽ നിന്ന് മാറ്റിയെടുക്കാം. ബൗളിൽ നിന്ന് മാറ്റുന്നതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ കൈമേൽ ജസ്റ്റ് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീണ്ടും നമ്മുടെ കൈമേൽ നല്ല സ്റ്റിക്കി ആയിട്ട് വരും. ഇനി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൗണ്ടർ ടോപ്പിലോട്ട് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി പരത്തുന്ന പലക വേണമെങ്കിൽ യൂസ് ചെയ്യാം.
ഇനി നമുക്ക് ഈ ഡോയിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഈ ബോൾസിൻ്റെ വലുപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മീഡിയം ടൈപ്പ് ചപ്പാത്തിക്ക് എടുക്കുന്ന ആ ഒരു ബോൾസ് എത്രയാണോ ആ ഒരു സൈസിലുള്ള ബോൾസാണ് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇങ്ങനെതാ ഈ ഡോ എല്ലാം ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഡോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ കൗണ്ടർ ടോപ്പിലോട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് വെതറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബോൾ ഇട്ട് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇത് ഒരു മീഡിയം സൈസ് ചപ്പാത്തിൻ്റെ വലുപ്പത്തിൽ ഓരോ ചപ്പാത്തിൻ്റെ ആ ഒരു സൈസിൽ നമ്മൾ പരത്തിയെടുക്കുക. ഇപ്പോൾ ഇതാ അങ്ങനെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ബോൾസും പരത്തിയെടുത്തിട്ട് ഇത് മാറ്റി വെക്കുക. ഇത് മാറ്റി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് എന്തിലേക്കാണോ മാറ്റി വെക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഒന്നില്ലെങ്കിൽ മൈദപ്പൊടി വിതറി കൊടുക്കുക. അത് അത്യാവശ്യം നല്ല അളവ് തന്നെ വിതറി കൊടുക്കുക എന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ, ഏത് ഓയിലാണെങ്കിലും അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് മാറ്റി വെക്കാൻ പാടുള്ളൂ, ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അവിടെ സ്റ്റിക്കായി പോകും നമ്മളെല്ലാം കൂടെ പരത്തിയെടുക്കുന്ന സമയം കൊണ്ട്. ഇപ്പോൾ ഞാനിത് അവിടെ നമ്മുടെ എല്ലാ ബോൾസും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിൽ നിറയെ ലെറ്റ്യൂസ് ലീവ്സ് ഒരു മീഡിയം സൈസിൽ എരിഞ്ഞു വെച്ചതാണ്. പിന്നെ ഇതിങ്ങനെ എരിഞ്ഞ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളൊരു ബൗൾ രൂപത്തിലാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഈ ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു മിക്സ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് അതിനോടാണ്. പിന്നെ ആ ഒരു സെയിം സൈസിൽ തന്നെ ക്യാരറ്റും സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ബൗൾ, ഒരു ചെറിയ ബൗളാണ്, 1/4 ബൗൾ ടൊമാറ്റോ. പ്രത്യേകിച്ച് ടൊമാറ്റോ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ നീര് എന്തായാലും ഒഴിവാക്കണം, നീരെടുക്കരുത്. ആ ടൊമാറ്റോൻ്റെ ആ ഒരു നീരില്ലാത്ത ഒരു ഭാഗം മാത്രം മതി. പിന്നെ ആ ഒരു സെയിം സൈസിൽ തന്നെ ഒരു ബൗൾ നിറയെ, ഒരു ചെറിയ ബൗൾ നിറയെ കാബേജും അരിഞ്ഞ് വെച്ചിട്ടുള്ളത്, അത് അങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തത് തന്നെയാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ക്രഷാക്കി എടുത്തിട്ടാണ് ചെയ്തത്. എന്നിട്ട് അതും ഇതേപോലെ ജസ്റ്റ് ഒന്ന് ക്രഷാക്കി എടുത്താൽ മതി, നല്ല പേസ്റ്റ് ആവരുത്, അരിയൊന്നും ചെയ്യരുത്, ജസ്റ്റ് ഒന്നിങ്ങനെ നമുക്ക് അല്ലെങ്കിൽ പിച്ച് കൊടുത്താലും മതി. ഇനി ഒരു 1/4 ബൗൾ കുക്കുംബറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫില്ലിങ്ങിലേക്ക് വേണ്ടത് മയോണൈസും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെയാണ്. മയോണൈസ് ഞാൻ 2 എഗ് വൈറ്റിൻ്റെ മയോണൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് നമ്മുടെ ചിക്കനും അതുപോലെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകളും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കാം. മയോണൈസ് ഒരിക്കലും കുറഞ്ഞു പോകരുത്. നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ നമ്മുടെ മയോണൈസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, മയോണൈസ് ഒരിക്കലും കുറഞ്ഞു പോകരുത്. ഇനി നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള കുബൂസിൽ നിന്ന് ഒരു കുബൂസ് എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്നും കൂടെ നീളത്തിൽ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നീളത്തിലൊന്ന് കട്ടാക്കി കൊടുക്കാം. അത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കിഴി കെട്ടാൻ വേണ്ടിയിട്ട് ഒരു കയറ് പോലെ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കുബൂസ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഓരോന്നും ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക. പ്ലേറ്റിലോട്ട് മാറ്റുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ പ്ലേറ്റിലേക്ക് ആദ്യം കുറച്ച് മൈദപ്പൊടി വിതറിയതിന് ശേഷം മാത്രമേ ആ ഒരു കയറ് പോലെയുള്ള സാധനം ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് അവിടെ ഒട്ടി പിടിക്കും. ഇനി ഞാനിതാ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ആ പ്ലേറ്റിലേക്ക് നമ്മൾ നേരത്തെ പറ്റി വെച്ചിട്ടുള്ള കുബൂസിൽ നിന്നും ഒരു കുബൂസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാളൻ്റെ വലുപ്പത്തിലോ അല്ലെങ്കിൽ ഒരു വലിയ ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിലുള്ള ഈ മസാല എടുത്തിട്ട് അത് ഇതിലേക്കൊരു ബോൾ രൂപത്തിൽ വെച്ച് കൊടുക്കാം. എന്നിട്ടിതാ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഓരോ അറ്റും ഇങ്ങനെ ചെറുതായി ഇങ്ങനെ മടക്കി കൊടുക്കുക. അത് ഓരോ ഭാഗവും ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇതൊരു കിഴി പോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് പുറത്തേക്ക് ആ മസാലകൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് ആ കയറില്ലേ, ആ കയറ് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുത്തിട്ട് ഇതിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ കയറിൻ്റെ 2 ഭാഗം ഒന്ന് വെള്ളം നനച്ചിട്ട് അതും ആ ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഓരോ കുബൂസും കിഴികളാക്കി എടുക്കാം. പിന്നെ ഈ കിഴിയാക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ കിഴിയും ഈ പ്ലേറ്റിലോട്ട് വെച്ചെടുക്കുമ്പോൾ ഇതേപോലെ മൈദപ്പൊടി വിതറിയതിന് ശേഷം മാത്രമേ ഈ പ്ലേറ്റിലോട്ട് വെച്ചെടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാനിലോട്ട്
ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ചൂടാവുമെന്ന് വേണ്ട, ഒരു 10% അല്ലെങ്കിൽ 20% ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഓരോ കിഴികളും ഇട്ട് കൊടുക്കാം. ഇതെന്തുകൊണ്ടാണ് ചൂടാവേണ്ടെന്ന് പറയണം, കാരണം ഇത് നല്ല സോഫ്റ്റായിട്ട് ഒന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത് മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഫ്ലെയിം വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കണം. എങ്കിലേ ഇതിൻ്റെ ആ ഒരു ഷേപ്പ്, ഈ കീൻ്റെ ഷേപ്പ് ഇതേപോലെ നമുക്ക് കിട്ടുള്ളൂ. ഇത് ആ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് വേവിച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, അങ്ങനെ വേവിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിയിട്ട് ഈ കിഴിൻ്റെ മേൽഭാഗം പൊട്ടിയിട്ട് അതിൻ്റെ മസാലകളൊക്കെ പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കണേ. പിന്നെ ഇത് പൊരിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഇതൊരു കുഴഞ്ഞ രൂപത്തിലാണല്ലോ ഈ കീ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ടൊരു ചെറിയ തീയിൽ വേവിക്കുന്ന സമയത്ത് ഇതൊന്ന് ഹാർഡായി കിട്ടും. അതിനുശേഷം നമുക്ക് ഇത് പെട്ടെന്നൊന്ന് മുരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ എണ്ണ പിടിക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പെട്ടെന്നൊന്ന് മുരിച്ചെടുക്കാം. അങ്ങനെ മുരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ നിന്ന് ആ മസാലാസ് പുറത്തേക്ക് വരികയെന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിക്കാം. അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ആ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ഇങ്ങനെ തീ കൂട്ടിയും കുറച്ചിട്ടും ഇങ്ങനെ വേവിച്ചെടുക്കുക. ആദ്യം ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം. എന്നിട്ട് ഒന്ന് ഹാർഡായി എല്ലാ ഭാഗങ്ങളും ആ ഒരു നമ്മളെ ഞെറികളൊക്കെ ഒന്ന് സെറ്റായി ഒന്ന് ഇങ്ങനെ എന്താ പറയുക നേരെ നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് ഒന്ന് മീഡിയത്തിൻ്റെയും ഹൈ ഫ്ലെയിമിൻ്റെയും ഇടയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. നമുക്ക് അതിനത്ര വേവാനൊന്നുമില്ലത്. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഈ കിഴികൾ ഇതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ കിഴികളും ഇതേപോലെ പൊരിച്ചെടുക്കാം. ആദ്യം ലോ ഫ്ലെയിമിലിട്ടിട്ടും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് മുരിയണമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ടും വേവിച്ചെടുക്കാം. ഇനി ഞാനിതാ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നും. ഇത് ഒരു വെറൈറ്റി ഡിഷായിട്ട് അല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ട് നമുക്കിത് തോന്നും. അതുപോലെ നമുക്ക് കണ്ടാൽ തന്നെ നമുക്കൊന്ന് എടുത്ത് കഴിച്ച് നോക്കാൻ തോന്നുന്ന ആ ഒരു സ്റ്റൈലിലാണതുള്ളത് തന്നെ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഫ്രൈഡ് ഷവർമയാണ്, അതിൻ്റെ കൂട്ടത്തിൽ ഇതൊരു കീ ഷവർമയും കൂടെയാണ്, ഒരു വെറൈറ്റിയാണ്. അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഞാനിതിലേക്ക് പറയാൻ വിട്ടുപോയ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ നമ്മൾ ഈ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസും കൂടെ, ഞാനിത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു പരിപാടിയാണ്. നോമ്പ് അതിനെക്കൊണ്ട് ഇത് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ച സമയത്താണ് പിന്നെ ഇതുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് എനിക്കിതിൽ ഫ്രഞ്ച് ഫ്രൈസ്, ഇവിടെ റെഡിമെയ്ഡ് ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനുള്ള മടിയോണ്ട് ഞാൻ ഉണ്ടാക്കിയില്ല. ഇതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഉണ്ടാക്കിയിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ മസാലയിലേക്ക് ആഡ് ചെയ്തെടുത്ത് അടിപൊളിയായിരിക്കും. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്. ഇനി പുതിയ റെസിപ്പീസും അതേപോലെ വെറൈറ്റി റെസിപ്പീസും ഒക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരെ ബൈ.